നന്നായി കഴുകി മുറിച്ച് 1.5 കിലോ ഇറച്ചി കഷ്ണിച്ച് വെക്കുക. ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ചെറിയ ആവശ്യത്തിന് മുളക് ചേർക്കുക, മുളക് ചില്ലി പൗഡർ ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇച്ചിരി കുറച്ചാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ മഞ്ഞളുടെ ചുവ കൂടുതലായിട്ട് വരും. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് എല്ലായിടത്തും മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിടിക്കുന്ന രീതി നന്നായിട്ട് ഇളക്കുക. ഇറച്ചി ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ഇങ്ങനെ നന്നായി ഇളക്കിയ ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. നന്നായി കഴുകിയ 1 കിലോ ബസുമതി അരി 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർച്ച ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം വീണ്ടും 1/2 മണിക്കൂർ കൂടി വെക്കുക. അതിനുശേഷം പാകം ചെയ്യാൻ ഉപയോഗിക്കുക. അടുത്തത് ബിരിയാണി മസാലയാണ് ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണി മസാല നമുക്ക് ഏതിനു വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഏകദേശം 8ഓളം ചുവന്ന മുളക് ഉണങ്ങിയത് ഇടുക. പിന്നെ 3 പച്ചമുളക്, പിന്നെ ഏകദേശം ഒരു 10-15 വെളുത്തുള്ളി ഇടുക. ഒരു 15ഓളം വെളുത്തുള്ളി ഇടുക. പിന്നെ ചുവന്നുള്ളി ഏകദേശം ഒരു 8-10 എണ്ണം, ഒരു 10ഓളം ചുവന്നുള്ളി ഇടുക. പിന്നെ ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചി അരിഞ്ഞത്. പിന്നെ ഇതിന്റെ കൂടെ പുതിനയില ചേർക്കുക. അത് നമ്മൾ ഏകദേശം ഒരു കൈയോളം ഇടുക പുതിനയില. അതുപോലെ തന്നെ മല്ലിയില ഒരു കൈയോളം ഇടുക. അതിനുശേഷം മിക്സിയിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ബിരിയാണി മസാല റെഡി. അരച്ചെടുത്ത ബിരിയാണി മസാലയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ബിരിയാണി മസാല അരയ്ക്കാൻ നേരത്ത് നമ്മൾ ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് വേണം അരയ്ക്കാൻ. കുറച്ചുകൂടി പുതിനയിലയും മല്ലിയിലയും ചേർക്കുന്നതിന് തെറ്റില്ല. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയ്ക്കകത്തോട്ട് നമ്മൾ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഉണ്ടാക്കും. അരപ്പിനായിട്ട് ഏകദേശം 3 ടേബിൾ സ്പൂണോളം നെയ്യും 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഒഴിക്കുന്നത് പാത്രത്തിലോട്ട്. ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് വറുത്തെടുക്കുക നമ്മളിനി. അതിനുവേണ്ടി ചൂടായ പാത്രത്തിലോട്ട് ഏകദേശം 3 ടേബിൾ സ്പൂണോളം നെയ്യും 2 ടേബിൾ സ്പൂണോളം എണ്ണയും ചേർത്ത മിക്സാണ് ഒഴിച്ച് ചൂടായ ശേഷം ഇതിനകത്ത് വേണം ഇനി നമ്മൾ സ്പൈസസ് ഒക്കെ വറുത്തെടുക്കാൻ. സ്പൈസസ് ഏലക്ക ഒരു 3-4 എണ്ണം ചതച്ചത്, 2 കറുവാപ്പട്ട, 4-5 ഗ്രാമ്പു, ഇതൊക്കെയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി. മൂന്നാല് കുരുമുളകും കൂടി ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. ഏലക്കായും കറുവാപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ചെറുതായിട്ടൊന്ന് ചുമക്കുന്നവരെ ഇളക്കി കൊടുക്കുക.
ചെറു തീ വെച്ച് വേണം ചുമപ്പിക്കാൻ. ശേഷം ചെറുതായിട്ട് ചുമന്ന് കഴിയുമ്പോഴത്തേന് അതിലേക്ക് ഏകദേശം 5ഓളം സബോള, 5 ഇല്ലെങ്കിലും കുഴപ്പമില്ല, 4 മീഡിയം സബോള അരിഞ്ഞ് ചേർക്കുക. 4 മീഡിയം സബോള അരിഞ്ഞ് ചേർക്കുക. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചുമക്കുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചുവന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ ഇതിനകത്തോട്ട് മീഡിയം ടൈപ്പിലുള്ള 5 ടൊമാറ്റോ, 5 തക്കാളിക്ക, മീഡിയം ടൈപ്പിലുള്ള 5 തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കും. അത് കഴിഞ്ഞ് ബിരിയാണി മസാലയും കൂടെ ചേർത്ത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബിരിയാണി മസാലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കും. അതാണ് ചിക്കൻ ബിരിയാണിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന കൂട്ട്. അതിനുശേഷമാണ് അതിനകത്തോട്ട് ചിക്കനും പിന്നെ കുറച്ച് പുതിന ഇലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യും. നന്നായിട്ട് ചുമക്കുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ചുകൂടി എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇതുപോലെ നന്നായി മൂപ്പിച്ച് സബോള നന്നായി മൂപ്പിച്ചെടുക്കണം. കരിയരുത്. കരിയുന്നതിന് മുന്നേ ആയിട്ട് നല്ലതായിട്ട് മൂപ്പിച്ച് നന്നായിട്ട് ചുവന്ന് തവിട്ട് നിർത്തി വരണം. നന്നായി മൂപ്പിച്ച ശേഷമേ അതിനകത്തോട്ട് നമ്മൾ 5 തക്കാളി അരിഞ്ഞത് ചേർക്കണം. തക്കാളി അരിഞ്ഞത് ചേർക്കണം. ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി ആയിരിക്കണം. എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം തീ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. കാരണം സബോള നന്നായിട്ട് മൂത്തിരിക്കുക, അത് കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഒരു മീഡിയം തീ വേണം നമ്മൾ തക്കാളി ഇട്ട് ഇളക്കി കൊടുക്കാൻ. ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് യൂണിഫോം ആയിട്ട് മിക്സ് ആയ ശേഷം നമ്മൾ ബിരിയാണി മസാല ചേർക്കുക. ഉണ്ടാക്കി വെച്ചേക്കുന്ന ബിരിയാണി മസാല ചേർക്കുക. ബിരിയാണി മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബിരിയാണി മസാല അരപ്പിൻ്റെ കൂടെ നന്നായിട്ട് ചേരണം. തക്കാളിയൊക്കെ ആയിട്ട് നന്നായിട്ട് ചേരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അധികം തീ വെക്കരുത്, മീഡിയം തീയിലേ ചെയ്യാവുള്ളൂ. ഇങ്ങനെ അരപ്പുണ്ടാക്കിയ ശേഷം ഈ അരപ്പാണ് നമ്മൾ ചിക്കൻ ബിരിയാണിക്കകത്ത് ചേർക്കുന്നത്. ചിക്കൻ വേവിക്കാൻ നേരത്ത് നമ്മൾ ചേർക്കുന്നത്. അരപ്പ് വെന്ത് കഴിയുമ്പം ഈ അരപ്പ് കൊണ്ടുപോയി കുക്കറിനകത്ത് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഇത് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണിയാണ്. നമുക്ക് പല രീതിയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. കുക്കറിനകത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്ത അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുക്കറിനകത്ത് വെച്ചേക്കുന്ന നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ചിക്കൻ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ ചിക്കനകത്തോട്ട് കൊണ്ട് ഈ അരപ്പ് ചേർക്കുക. അതിനുശേഷം 1 ലിറ്റർ തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാലും പിന്നെ ആവശ്യത്തിന് ഉപ്പും പുതിനയിലയും മല്ലിയിലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യണം. ഫ്രീസറിൽ അരപ്പ് ചേർത്ത് വെച്ചേക്കുന്ന ഇറച്ചി നമ്മൾ കുക്കറിലോട്ട് മാറ്റിയേക്കുവാണ്. 1.5 കിലോളം ഇറച്ചിയുണ്ട്. ഇപ്പോൾ ഇതിൽ ഏകദേശം അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ചേരുവകൾ ഇതിനകത്തോട്ട് ചേർക്കണം. നമ്മൾ തക്കാളിയും സബോളയും ബിരിയാണി മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ചേരുവ ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം.
ഇതിനകത്തോട്ട് നമ്മൾ 1 ലിറ്ററോളം തേങ്ങാപ്പാൽ, ഒരു തേങ്ങയോളം അരച്ച് മിക്സിക്കകത്ത് അരച്ച് വെള്ളവും ചേർത്ത്, തനിപ്പാലായിരിക്കണമെന്നില്ല, വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് 1 ലിറ്ററോളം തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിക്കണം. ഈ തേങ്ങാപ്പാലിനകത്ത് വേണം ഇറച്ചി വെന്തെടുക്കാൻ. തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ചേർക്കുക. അതിന് ശേഷം ഇതിനകത്ത് ഒരു കൈയോളം പുതിനയിലയും പിന്നെ മല്ലിയിലയും ചേർക്കുക. മല്ലിയിലയും പുതിനയിലയും ഒക്കെ കുറച്ചുകൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഈ മസാലക്കകത്ത് കിടന്ന് വേണം ഇറച്ചി വേവാൻ. കുക്കറിനകത്തിട്ട് 5 വിസിൽ കൂന്നണം വരെ നമ്മൾ ഇറച്ചി വേവാൻ വെക്കും. ഇറച്ചി വെന്ത ശേഷമേ അതിനകത്ത് അരിയിട്ട് വേവിക്കത്തുള്ളൂ. അരി വേണമെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റോളം വേണമെങ്കിൽ ഇട്ട് അരി വേവിച്ചെടുക്കുകയോ, അല്ലെങ്കിൽ ഈ ഇറച്ചി പുറത്തെടുത്ത് പാത്രത്തിൽ നമുക്ക് കൊണ്ടുപോയി വേറെ വെച്ച് അരി വേവിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൂടെ ചേർത്തോണം. മസാലയും ഏകദേശം എല്ലായിടത്തും യൂണിഫോം ആയിട്ട് ചെല്ലുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇറച്ചി അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇലയും അരപ്പും നന്നായിട്ട് ശേഷം ഇനി വിസിലടിച്ച് ഒരു 5 കൂന്നണം വരെ നമ്മൾ ഇറച്ചി വേകാൻ വേണ്ടി വെക്കണം. ഇറച്ചി വെന്ത ശേഷം എടുത്ത് ചോറ് ചേർത്ത് വേവിച്ചെടുക്കണം. 5 വിസിലടിച്ച ശേഷം മുകളിലത്തെ അടപ്പ് തന്നെ താഴെ വന്ന് വീഴണം. അപ്പോഴാണ് ഇറച്ചി നന്നായിട്ട് വേവുന്നത്. ഇപ്പം തിളച്ച് കിടക്കുന്ന ഇറച്ചി ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേണം നമ്മളിനി റൈസ് ആഡ് ചെയ്യാൻ. ഇറച്ചി 5 വിസിലടിച്ച ശേഷം നന്നായി വെന്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ വീണ്ടും ഇടണ്ട, അല്ലെങ്കിൽ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത ശേഷം കുതിർത്ത് വെച്ചേക്കുന്ന അരി ഇടുക. കുതിർത്ത് വെച്ചതായതുകൊണ്ട് ഇനി ഇതിനകത്ത് അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം കുതിർത്തപ്പോൾ തന്നെ ഓൾറെഡി കുറച്ച് വെള്ളം ഇതിനകത്തുണ്ട്. പിന്നെ സാധാരണ അരി പോലെ അധികം വേവിക്കേണ്ട കാര്യമില്ല. അരി ഇട്ട ശേഷം നമുക്ക് ഏകദേശം 10 മിനിറ്റോളം പ്രഷർ കുക്കറെ വെക്കുവാണെങ്കിൽ ഏകദേശം വേവായിട്ട് കിട്ടും. പിന്നെ വേവിന്റെ കാര്യത്തിൽ ഓരോ അരിക്കും വേറെ വേറെ വേവായിരിക്കും. അപ്പോൾ വേവിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വേറെ പാത്രത്തിൽ വെച്ച്, പ്രഷർ കുക്കറിൽ വെക്കാതെ വേറെ പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ പാല് കുറവുണ്ടെങ്കിൽ, അതായത് അരി വേവാൻ മാത്രമുള്ള പാല് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർക്കണം. ഇതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഉടഞ്ഞു പോകാതെ വെന്തിരിക്കുന്ന ഇറച്ചി, അപ്പം ഇറച്ചി ഉടഞ്ഞു പോകാതെ വേണം ഇളക്കിയെടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കഞ്ഞി പോലെ ആയിപ്പോകും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം നോക്കി ഒഴിക്കണം. ഇതിപ്പം 1.5 കിലോയോളം ഇറച്ചി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇറച്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് അരിക്ക് കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ 1 കിലോ വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയ ശേഷം ഉപ്പുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ മുകളിലത്തെ വെയിറ്റ് എടുത്ത ശേഷം അടയ്ക്കുക.
ഇനി ഇതിനകത്ത് ചെറുതായിട്ട് ആവി പോകാൻ തീ കൊണ്ട് സ്റ്റവ് കൊണ്ട് വെച്ച് ചെറുതായിട്ട് ആവി പോകാൻ തുടങ്ങി കഴിഞ്ഞ നേരം വെയിറ്റ് ഇടുക. വെയിറ്റ് ഇട്ട ശേഷം ഒരു 10 മിനിറ്റോളം വേവിക്കുക. അതാണ് ഏകദേശ വേവ്. 10 മിനിറ്റ് വേവിച്ച ശേഷം എടുക്കുക. സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പൊന്തുന്നുണ്ട്. ഇനി സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായ ആവി പറക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് നിങ്ങളിപ്പോൾ മുന്നേ കാണുന്നത്.